ജയലളിതയുടെ മരണത്തിൽ ദുരൂഹത ചൂണ്ടിക്കാട്ടി സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നു. ചെന്നൈയിലെ സന്നദ്ധ സംഘടനയാണ് ഹർജി നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ് ഡൽഹിയിൽ നിന്നും. സന്തോഷ്, ജയലളിതയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകൾ, ആരോപണങ്ങളൊക്കെ ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു ഹർജി. സിബിഐ അന്വേഷണം ആണോ ആവശ്യപ്പെട്ടിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ? അഞ്ജു, തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഒരു ഹർജി വന്നിരിക്കുന്നത്. ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് ഇത്തരത്തിലുള്ള ഒരു ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഈ ഹർജിയിലെ പ്രധാന ആവശ്യം ജയലളിതയുടെ മരണവുമായി ബന്ധപ്പെട്ട് സിബിഐ അന്വേഷണം വേണം എന്നുള്ള ആവശ്യമാണ് ഈ ഹർജിയിലുള്ളത്. അതോടൊപ്പം തന്നെ ജയലളിതയ്ക്ക് വിഷം നൽകിയെന്ന സംശയമുണ്ടെന്നും ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മറ്റു ചില ആവശ്യങ്ങൾ, ജയലളിതയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട മെഡിക്കൽ രേഖകൾ പിടിച്ചെടുക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ഈ ഹർജിയിലുള്ളത്. ഇത് കൂടാതെ ഈ കേസിൽ തീരുമാനമാകുന്നതുവരെ ജയലളിതയുടെ സ്വത്തുവകകൾ കൈമാറ്റം ചെയ്യരുതെന്നും ഈ സന്നദ്ധ സംഘടന നൽകിയ ഹർജിയിൽ ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. നേരത്തെ തന്നെ ജയലളിതയുടെ മരണവുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ അല്ലെങ്കിൽ ദുരൂഹതകൾ സംബന്ധിച്ച പല സംശയവും ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ചും ജയലളിതയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ പൊതുജനങ്ങളെ അറിയിക്കാൻ തയ്യാറായിരുന്നില്ല. പ്രത്യേകിച്ചും ജയലളിതയുടെ കൂടെ ഉണ്ടായിരുന്നത് ശശികല മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ദുരൂഹതകളും ആരോപണങ്ങളും എല്ലാം തന്നെ നേരത്തെ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ മെഡിക്കൽ രേഖകൾ പരസ്യപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രിയുടെ ചികിത്സാ കാര്യങ്ങൾ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട് എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളും നേരത്തെ തന്നെ ഉയർന്നു വരുന്നു. എന്നാൽ ആ ഘട്ടത്തിൽ ഒന്നും തന്നെയും ജയലളിതയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ പരസ്യപ്പെടുത്താൻ തമിഴ്നാട് സർക്കാർ തയ്യാറായിരുന്നില്ല. അതുമാത്രമല്ല, സന്ദർശകരെ പോലും അനുവദിക്കാത്ത സ്ഥിതി മാത്രമാണ് ഉണ്ടായിരുന്നത്. ജയലളിതയുടെ തോഴി ശശികലയ്ക്ക് മാത്രമായിരുന്നു പ്രവേശനം. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ചില ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം തന്നെ നേരത്തെ ചില വാർത്തകളും ചിത്രങ്ങളും എല്ലാം തന്നെ പുറത്തുവിട്ടിരുന്നു. പല ദുരൂഹതകളും ആരോപിക്കപ്പെട്ടിരുന്നു. ജയലളിതയുടെ മരണം നേരത്തെ ഉണ്ടായതാണ്, എന്നാൽ അത് പുറത്തുവിടാതെ സൂക്ഷിക്കുകയായിരുന്നു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ എല്ലാം തന്നെ നിലനിൽക്കുമ്പോൾ ചർച്ചകൾ സജീവമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് നിയമ പോരാട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഈ ഒരു ഹർജി സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. ഏതായാലും ഈ ഹർജി നിയമപരമായി ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഇനി നിയമ പോരാട്ടം ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെ ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. സന്തോഷം, എന്തായാലും ഇതുവരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ അതൊക്കെയും ശശികലയ്ക്കെതിരായുള്ള ആരോപണങ്ങളാണ്. അന്വേഷണം ആ ഒരു രീതിയിലേക്കാകുമോ ഒരുപക്ഷെ മുന്നോട്ട് പോവുക? അഞ്ജു, ഏതായാലും കോടതി ഈ ഹർജി ഫയലിൽ സ്വീകരിച്ചാലും തുടർ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത് സംബന്ധിച്ച കൃത്യമായ വ്യക്തത കൈവരികയുള്ളൂ. ഏതായാലും നിലവിൽ ഇപ്പോൾ പൊതുസമൂഹത്തിന് ഇത്തരത്തിലുള്ള ഒരു സംശയം ഉടലെടുത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. പ്രത്യേകിച്ചും ഈ ജയലളിതയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ അത്തരത്തിലുള്ള ആരോപണങ്ങളുമായി, ശശികലയ്ക്കെതിരായ ചില ആരോപണങ്ങളുമായി രംഗത്തെത്തിയ സാഹചര്യം കൂടി നിലവിലുണ്ട്. ഏതായാലും ഈ ഹർജിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പേരെടുത്ത് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ആരെയെങ്കിലും ഈ പ്രതി ചേർത്തുകൊണ്ടോ ഉള്ള ഒരു ഹർജിയല്ല ഇത്. ഇതൊരു പൊതു താല്പര്യ ഹർജിയായാണ് ഇപ്പോൾ സമർപ്പിക്കപ്പെട്ടിരുന്നത്. ഇതിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ മരണത്തെ സംബന്ധിച്ച ദുരൂഹതകളുണ്ട് എന്നുള്ള സംശയമാണ് ഹർജിയിൽ പ്രധാനമായും ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ചും ഈ മരണത്തെ സംബന്ധിക്കുന്ന സിബിഐ അന്വേഷണം നടന്നാൽ മാത്രമേ ഇത് സംബന്ധിച്ച ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എടുത്തു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിഷം നൽകിയിട്ടുണ്ട് ജയലളിതയ്ക്ക് വിഷം നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണവും ഈ ഹർജിയിലുണ്ട്. അതോടൊപ്പം തന്നെയാണ് ജയലളിതയുടെ സ്വത്തുവകകൾ കൈമാറ്റം ചെയ്യരുത് എന്നുള്ള ആവശ്യവും ഈ ഹർജിയിലുള്ളത്. ഏതായാലും ഇത്തരത്തിൽ പൊതുസമൂഹത്തിൽ കൂടി ഇത്തരത്തിലൊരു സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോടതി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് വളരെ നിർണായകമാണ്. ഈ ഹർജി പരിഗണിച്ചുകൊണ്ട്, ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഈ ഹർജിയിൽ പറയുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാനോ അല്ലെങ്കിൽ വാദം കേൾക്കാനോ പോലും കോടതി തയ്യാറായി കഴിഞ്ഞാൽ പോലും വലിയ രീതിയിലുള്ള ഒരു ചർച്ചയിലേക്ക് തന്നെയായിരിക്കും, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഒരു ചർച്ചയിലേക്ക് തന്നെയായിരിക്കും കാര്യങ്ങൾ നീങ്ങുന്നത്. സെപ്റ്റംബർ 23-ന് ജയലളിത ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്ന ആ ഒരു ദിവസം മുതൽ പിന്നീടുള്ള യാതൊരു വിവരങ്ങളോ ജയലളിതയുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള ഒന്നും പുറത്തു വരാത്ത ഒരു സാഹചര്യം. ആകെ കൂടെ ഉണ്ടായിരുന്നത് ശശികല മാത്രമാണ്. ആരെയും കാണാൻ അനുവദിക്കാത്ത ഒക്കെയുള്ള സാഹചര്യം. ഈ സാഹചര്യങ്ങളൊക്കെ ശശികലയ്ക്കെതിരായി നിൽക്കുന്നു. ഒപ്പം അപ്പോളോ ആശുപത്രിയും ഈ ഒരു കൃത്യത്തിന് കൂട്ടുനിന്നു, അല്ലെങ്കിൽ ശശികലയ്ക്കൊപ്പം ഉണ്ടായി എന്നുള്ള കാരണങ്ങൾ, ഇവയൊക്കെയും ഇവരെ രണ്ടും സംശയത്തിന്റെ നിഴലിലാക്കുന്ന കാര്യങ്ങളല്ലേ സന്തോഷ്?
അഞ്ജു, സ്വാഭാവികമായും പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ഇതുതന്നെയാണ്. പ്രത്യേകിച്ചും ജയലളിതയുടെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ ആരോഗ്യ സ്ഥിതി സംബന്ധിച്ച് ഒരു തരത്തിലുള്ള വിവരങ്ങളും സർക്കാർ പുറത്തുവിട്ടില്ല എന്നുള്ളത് നേരത്തെ തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ അത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ജയലളിതയുടെ മരണത്തിന് ശേഷവും പലതരത്തിലുള്ള ആരോപണങ്ങൾ ചില ചിത്രങ്ങളോടെയും അതോടൊപ്പം തന്നെ മറ്റു ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിക്കുകയും ചെയ്തു. അതിൽ തന്നെ എടുത്തു പറയുന്ന കാര്യം ജയലളിതയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് തെറ്റായ വിവരങ്ങളാണ് സർക്കാർ പുറത്തുവിട്ടുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ മെഡിക്കൽ ബുള്ളറ്റിനിൽ അപ്പോളോ ആശുപത്രി പുറത്തുവിട്ട വിവരങ്ങൾ പോലും തെറ്റായിരുന്നു എന്നുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരുന്നത്. ജയലളിതയുടെ മരണം നേരത്തെ തന്നെ സംഭവിച്ചിരുന്നു എന്നതിനുള്ള ചില അത് പുറത്തുവിടാൻ തയ്യാറായില്ല എന്നുള്ള ആരോപണവും ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ചും ജയലളിതയുടെ സമീപത്ത് ശശികലയെ മാത്രമായിരുന്നു നിൽക്കാൻ അനുവദിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് പുറത്തു വന്നിട്ടില്ല എന്നുള്ള ആരോപണം ഉയർന്നു വന്നിരുന്നു. അത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഹർജി വന്നിരിക്കുന്നത്. തമിഴ്നാട് തെലുഗു യുവശക്തി എന്ന സന്നദ്ധ സംഘടനയാണ് ഈ ഹർജിയുമായി ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കോടതി സ്വീകരിക്കുന്ന നിലപാട് ഇതിൽ നിർണായകമാകും. അഞ്ജു, ശരി. ജയലളിതയുടെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുതാൽപര്യ ഹർജി സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നു. വിവരങ്ങളാണ് സന്തോഷം നൽകിയത്.